നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടിയിൽ 370 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. മേലടൂർ കൊമ്പിലാംപറമ്പിൽ വീട്ടിൽ അജിത്താണ് പിടിയിലായത്. ചാലക്കുടി നഗരസഭയുടെ വികസന സെമിനാറിലേക്കുള്ള കരട് പദ്ധതി രേഖയ്ക്ക് കൗൺസിൽ അംഗീകാരം. ബജറ്റ് വിഹിതമായി നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള 21 കോടി രൂപയ്ക്ക് പുറമെ തനത് ഫണ്ടും ഹെൽത്ത്, ശുചിത്വ മിഷൻ ഗ്രാന്റ് തുടങ്ങിയ ഫണ്ടുകളും ഉൾപ്പെടുന്നതാണ് ഈ വർഷത്തെ പദ്ധതികൾ. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ 370 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. മാള മേലടൂർ സ്വദേശി കൊമ്പിലാംപറമ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള അജിത്താണ് വിൽപ്പനയ്ക്കെത്തിച്ച MDMA-യുമായി പിടിയിലായത്. ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡും ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർ N പ്രദീപ്, സീനിയർ CPO അരുൺകുമാർ KK, സിവിൽ പോലീസ് ഓഫീസർ N പ്രദീപ് എന്നിവരടങ്ങിയ ചാലക്കുടി പോലീസും ചേർന്നാണ് MDMA പിടിച്ചെടുത്തത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് അജിത്തെന്ന് പോലീസ് സംശയിക്കുന്നു. മുൻപും ലഹരി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അജിത്തുമായി ബന്ധമുള്ളവരെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ചാലക്കുടി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറിലേക്കുള്ള കരട് പദ്ധതി രേഖയ്ക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ബജറ്റ് വിഹിതമായി നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള 21 കോടി രൂപയ്ക്ക് പുറമെ തനത് ഫണ്ടും ഹെൽത്ത് ഗ്രാന്റ്, ശുചിത്വ മിഷൻ ഗ്രാന്റ് തുടങ്ങിയ ഫണ്ടുകളും ഉൾപ്പെടുന്നതാണ് ഈ വർഷത്തെ പദ്ധതികൾ. ഇതോടൊപ്പം സ്വകാര്യ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തി വിവിധ പദ്ധതികളും തയ്യാറാക്കും. പട്ടണത്തിന്റെ വിവിധ സ്ഥലങ്ങൾ ശുചിത്വത്തോടൊപ്പം സൗന്ദര്യവൽക്കരണവും നടത്താൻ പൊതുജന സഹകരണത്തോടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും പാർക്കിംഗ് സ്ഥലങ്ങളും ഫുട്പാത്തുകളും പ്രധാന റോഡുകളുടെ ബെൽമൗത്തുകളും മീഡിയനുകളും വഴിയോരങ്ങളും സൗന്ദര്യവൽക്കരിക്കുന്നതിന് സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പദ്ധതി രൂപീകരിക്കാനും റോഡുകളുടെയും പ്രധാന സ്ഥാപനങ്ങളുടെയും പേരുകൾ സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ, ക്യാമറകൾ, വളവുകളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള കണ്ണാടികൾ, സോളാർ ലൈറ്റുകൾ തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ പൊതുജന സഹകരണത്തോടെ നടത്താനും തീരുമാനിച്ചു. വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നഗരവീഥികളിലെ സൗന്ദര്യവൽക്കരണവും പരിപാലനവും നടത്താനുള്ള പദ്ധതിയും തയ്യാറാക്കാൻ തീരുമാനിച്ചു. നഗരസഭാ പാർക്ക്, വിവിധ സർക്കാർ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. തിന്മയുടെ ലഹരിക്കെതിരെ നന്മയുടെ ലഹരിയിലേക്ക് എന്ന സന്ദേശവുമായി ചാലക്കുടിയുടെ നന്മ ലഹരി എന്ന നൂതന പദ്ധതി നടപ്പാക്കാനും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, നീന്തൽ എന്നീ തുടർ പരിശീലന പരിപാടികൾ നടത്താനും ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനക്ഷമമാക്കാനും പദ്ധതിയിൽ തുക വകയിരുത്തി. നഗരസഭാ തലത്തിലും പ്രാദേശിക തലത്തിലും ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി സാമൂഹ്യ, സാംസ്കാരിക, യുവജന സംഘടനകളുടെ സഹകരണം ഉൾപ്പെടുന്ന വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഉൽപാദന മേഖല 50 ലക്ഷം, പാർപ്പിടം 1.50 കോടി, വനിത 65 ലക്ഷം, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി 32 ലക്ഷം, വയോജനങ്ങൾ 32 ലക്ഷം, റോഡ് 5.60 കോടി, കെട്ടിടങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവയ്ക്ക് 3 കോടി എന്നിങ്ങനെയാണ് കരട് പദ്ധതി രേഖയിൽ തുക വകയിരുത്താൻ കൗൺസിൽ തീരുമാനിച്ചത്. മാർക്കറ്റിന്റെ നവീകരണം, കർഷക ചന്ത, തരിശുരഹിത ചാലക്കുടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, സ്നേഹസ്മൃതി, ഉണർവ് സാംസ്കാരികോത്സവം, പ്രാഥമിക ശുശ്രൂഷ പരിശീലനം തുടങ്ങിയ വിവിധ പദ്ധതികളും ഉൾപ്പെടുത്താൻ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ച കൗൺസിൽ യോഗം തീരുമാനിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം 15-ന് നടത്തും. വൈകിട്ട് 4-ന് ചാലക്കുടി SN ഹാളിൽ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരള കൗമുദി ദിനപത്രം, തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷിന് മന്ത്രി സമ്മാനിക്കും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായിരിക്കും. സനീഷ് കുമാർ ജോസഫ് MLA-യുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ചു ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 100ഓളം പത്ര ഏജന്റുമാരെ ആദരിക്കും. ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്,
സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ജനറൽ കൺവീനർ ഷാലി മുരുങ്ങൂർ, ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രണാമത്തിന്റെ ഈ അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരമാണ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അത് കേരള കൗമുദി ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്ററായ VS രാജേഷ് അവരുകൾക്കാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഈ വരുന്ന ചടങ്ങിലാണ് മന്ത്രി പുരസ്കാരം സമ്മാനിക്കുന്നത്. 11,111 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്തത് ജനയുഗം മുൻ ലേഖകൻ CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്നത് മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ വിനീഷ് വിശ്വം അവർക്കാണ്. അദ്ദേഹത്തിന്റെ വാർത്ത ഇത് ഷീബയുടെ 1/2 കിലോ പൊന്ന് എന്ന വാർത്തയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കൊടകര യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് സെക്രട്ടറി തോംസൺ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ കിരൺ ഷൺമുഖൻ, ഷിജു ചോനേടൻ, ബാബു ജോർജ്, ജോഷി നെടുമ്പാങ്കരൻ, സിൻഡോ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും തുറന്നാൽ ഏറ്റവും കൂടുതൽ ലഹരി സംബന്ധമായിട്ടുള്ള ഓരോ അപകടങ്ങളും മരണങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ ഇല്ലായ്മ ചെയ്യുവാനും അതൊക്കെ നിർത്തലാക്കാനും അതിനുവേണ്ട നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ 370 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. മേലടൂർ കൊമ്പിലാംപറമ്പിൽ വീട്ടിൽ അജിത്താണ് പിടിയിലായത്. ചാലക്കുടി നഗരസഭയുടെ വികസന സെമിനാറിലേക്കുള്ള കരട് പദ്ധതി രേഖയ്ക്ക് കൗൺസിൽ അംഗീകാരം. ബജറ്റ് വിഹിതമായി നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള 21 കോടി രൂപയ്ക്ക് പുറമെ തനത് ഫണ്ടും ഹെൽത്ത് ശുചിത്വ മിഷൻ ഗ്രാന്റ് തുടങ്ങിയ ഫണ്ടുകളും ഉൾപ്പെടുന്നതാണ് ഈ വർഷത്തെ പദ്ധതികൾ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.